സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു അച്ഛൻ്റെ ജീവിതകഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പാട്രിക് എന്നാണ്. അമേരിക്കയിലെ അദ്ദേഹം സെനറ്റിൻ്റെ മെമ്പറായി. അദ്ദേഹം അവിടുത്തെ സെനറ്റ് മെമ്പറായി. ഈ അച്ഛൻ അദ്ദേഹം സൊസൈറ്റി ഓഫ് ജീസസിലെ അംഗമാണ്, SJ കോൺഗ്രിഗേഷനിലെ അംഗമാണ്. അങ്ങനെ അദ്ദേഹം അവിടെ സെനറ്റ് മെമ്പറായി 6 വർഷത്തോളം അവിടുത്തെ സേവനമൊക്കെ കഴിഞ്ഞപ്പോൾ റോമിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അധികാരി അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാദർ പാട്രിക്, യു ഹാവ് ടു കം ബാക്ക്. ഇവിടെ പുതിയ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാനുണ്ട്, അദ്ദേഹം വരണം. അപ്പോൾ അദ്ദേഹം അവിടുന്ന് മറുപടി, അന്നത്തെ കാലത്താണ്, വർഷങ്ങൾക്ക് മുൻപാണ്, ടെലിഗ്രാം ചെയ്തു, ഞാൻ ഒരു സക്സസ്ഫുൾ പാർലമെൻറ്റേറിയനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അതുകൊണ്ട് എൻ്റെ ആളുകൾ, ഈ പാർട്ടിയും പറയുന്നത് ഞാൻ ഒരിക്കൽ കൂടി ഈ സെനറ്റ് മെമ്പറാകണമെന്നാണ്. അതിനുള്ള നോമിനേഷൻ കൊടുക്കേണ്ട സമയമായി. അതുകൊണ്ട് ഒരിക്കൽ കൂടി എനിക്കൊരു അവസരം തരണം. പക്ഷേ ഈ ടെലിഗ്രാം ഇവിടെ എത്തി. അതിനുള്ള മറുപടി ഇവർ തിരികെ കൊടുക്കാൻ താമസിച്ചു. അദ്ദേഹം എല്ലാം എഴുന്നേറ്റിട്ട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഫാദർ പാട്രിക്, യെസ്, നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് അല്പനേരം പ്രാർത്ഥിച്ച് ഇത് സമാപിപ്പിക്കാം. അങ്ങനെ രണ്ടുപേരും കൂടി, അവിടെ ഒരു കുഞ്ഞു ചാപ്പലുണ്ട് ആശ്രമത്തിൽ, ആ ദേവാലയത്തിൽ ചാപ്പലിൽ ചെന്ന് മുട്ടുകുത്തി അല്പനേരം പ്രാർത്ഥിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞു. സുപ്പീരിയർ ജനറൽ പ്രാർത്ഥന കഴിഞ്ഞ് വെളിയിലിറങ്ങി അദ്ദേഹം പാർലറിൽ പോയിരിക്കുകയാണ്. 15 മിനിറ്റ് കഴിഞ്ഞു, 20 മിനിറ്റ് കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഫാദർ പാട്രിക്കിനെ കാണാനില്ല. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മെല്ലെ എഴുന്നേറ്റ് സ്വീകരണ മുറിയിൽ ചെന്നു. ആളുകളെല്ലാം നിൽക്കുമ്പോൾ അദ്ദേഹം മെല്ലെ അല്പനേരം നോക്കി നിന്നിട്ട് അവിടെ ആ സുപ്പീരിയർ ജനറലിൻ്റെ മുൻപിൽ മുട്ടുകുത്തി. എന്നിട്ട് ആ കരം പിടിച്ച് ചുംബിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഐ ഒബേ യു. ഞാൻ നിന്നെ അനുസരിക്കുന്നു. എത്ര ആളുകൾ താഴ്ത്തിക്കെട്ടിയാലും, എന്തെല്ലാം നഷ്ടം സഹിക്കേണ്ടി വന്നാലും, ഈ നാണം കടലിന് വിധേയനാകാൻ ഒരു പ്രേരണ അവൻ തരും. ഇതാണ് ക്രിസ്തീയമായ സഹനം. ഇതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം.